ഒരിക്കൽ ഒരു കുട്ടി കിസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങിയപ്പോഴത്തേക്കും വന്ന് ഇവിടെ ഉമ്മ വെച്ചിട്ട് അങ്ങനെ ഓടിപ്പോയി. കാണാനേ കിട്ടിയില്ല. അഡ്രസ് നമുക്ക് കണ്ടുപിടിക്കണം. എനിക്ക് ആക്ച്വലി നിളമണൽ പാടിയതിന് ശേഷമാണ് ഒരു റീച്ച് പല മ്യൂസിക് ഡയറക്ടേഴ്സ് നോട്ട് ചെയ്യുന്നത്. തെളിനീരാടുവാൻ വരുമീ തോഴികൾ അവരോടൊരു വിച്ചലയാൻ പോയിടാ. പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ജോണറിലുള്ള കുറേ പാട്ടുകൾ കിട്ടുമ്പം ടൈപ്പ് കാസ്റ്റ് ചെയ്യുക ആൾക്കാർ. ഇങ്ങനത്തെ പാട്ടിൽ ഹരി പാടും, ഹരിക്ക് ഇങ്ങനത്തെ ഒരു സൗണ്ടിങ് ആണ്, ഹരിക്ക് റോ വോക്കൽ ഇല്ല. അങ്ങനത്തെ പാട്ട് നമുക്ക് കിട്ടിയാലല്ലേ നമുക്കതൊരു അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അകലെ വാനവില്ലിനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻമുഖം. എനിക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ ഇഷ്ടമാണ്. കുറച്ച് നാളൊന്ന് മാറി നിൽക്കുക. ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് സിംഗറാണെന്നുള്ള കാര്യം തന്നെ. ഇതിന് ട്രോൾ കിട്ടും കേട്ടോ. കിട്ടട്ടെ. പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി. നമുക്കറിയാം ഇത് ട്രാക്ക് പോലെ അല്ല, ഇറ്റ്സ് ഫൈനല് സാധനമൊക്കെ വരുന്നുള്ളത് അറിയാം. എനിക്ക് തോന്നുന്നു ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം മാത്രമേ പുള്ളി പാടുള്ളൂ. എങ്ങനെ എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെയോ പാടണത്. ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി, ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി. അമ്മമ്മ ശരിക്കും ഇപ്പോഴും കച്ചേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യൂ, നീ അത് ചെയ്യണം. കുറ്റമാണ്, നീ ഒരു വകയ്ക്ക് പ്രാക്ടീസ് ചെയ്യില്ല, ഇങ്ങനെ ആയിരുന്നില്ല, നീ മാറി. എന്റെ അമ്മയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് ഞാൻ, അങ്ങനെയാണ് ചിത്രമായെ കാണുന്നത്. ഇപ്പൊ ഹരീഷ് ശിവരാമകൃഷ്ണൻ വരുന്ന സമയത്ത് ഇയാളുടെ മാനറിസംസ് ഒക്കെ ഞാൻ ആ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ടൈമിൽ ഹരീഷ് വന്ന് നിന്ന് മുമ്പിലിരുന്ന് പാടുമ്പോൾ ഉണ്ടല്ലോ, ഞാനിതിങ്ങനെ അന്തം വിട്ടിരിക്കുക, മനുഷ്യൻ്റെ ആക്ഷൻസ് ഒക്കെ നോക്കി. അതേപോലെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഹരിശങ്കർ വന്നിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 7 മാസം മുമ്പും നമ്മൾ കുറെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ മുമ്പിൽ കിട്ടുമ്പോൾ എന്താണെന്നറിയോ, കളയരുതല്ലോ. അപ്പൊ എൻ്റെ മെമ്മറിയിൽ വരേണ്ട പാട്ടുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പയ്യെ പയ്യെ എൻ പുത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ ചൊല്ലി പുഞ്ചിരിത്താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടേറാൻ പോരുകില്ലേ. പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി, പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി. ഇതാണ് ഞാൻ ആദ്യം എൻ്റെ റിലീസ് ചെയ്യുന്ന പാട്ട്, ഇതായിരുന്നു. ഷാനിക്കയുടെ പാട്ടാണ്. ഷാൻ റഹ്മാനാണ് എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര, അദ്ദേഹം അതെ ഭയങ്കര ചില്ലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു കമ്പോസറാണ്. അല്ല, പ്രിയങ്കരി കേൾക്കുമ്പോൾ അറിയാം ഇത് ഷാൻ റഹ്മാന്റെ പാട്ടാണ്. അതെ ആ ഒരു ടോൺസും കുറച്ച് കാര്യങ്ങൾ എല്ലാത്തിലും പുള്ളിയുടെ ഒരു കോറസ് ഉണ്ടാവും. അതെ അതെ അതെ, ഭയങ്കര ഹുക്ക് ലൈൻസ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഇനി കക്ഷി അമ്മിണി പിള്ളേരെ പാട്ട് പാടിയിട്ടില്ല, ഇഷ്ടമുള്ള പാട്ടാണ് അവൾ വരും. പിന്നെ കാമിനിയും ഹരിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇതൊക്കെ ഞാൻ ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞത്, ഇപ്പൊ ഹരിക്ക് ഇഷ്ടമുള്ള പാട്ട്. അവൾ വരും എനിക്ക് വളരെ ഞാൻ എൻജോയ് ചെയ്ത് പാടിയത്. അരുൺ മുരളീധരൻ, അതും ഇതുപോലൊരു കിടിലൻ കമ്പോസറാണ്. നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് വേഴ്സറ്റൈൽ ട്യൂൺസ് തരുന്ന. കാമിനിയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇതെന്തായാലും കൊളുത്താൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അധികം വർക്ക് ചെയ്തില്ല. ഇപ്പോഴേ ഞാൻ പറയാറുണ്ട്, നല്ല പാട്ട് വരുമ്പോൾ വിളിച്ചാൽ മതി. അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി, ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി. ഹരിശങ്കർ, ഈ സച്ചിൻ വാര്യർ, പിന്നെ ഹരിചരൺ ശേഷാദ്രി,
ഇങ്ങനെയൊക്കെ ഉള്ള സിംഗേഴ്സ് ശരിക്കും നമ്മൾ ലെജൻഡായിട്ടുള്ള ഹരിഹരനുമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഹരിഹരൻ സാറിനെ നോക്കിക്കാണുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യയിലുള്ള സിംഗേഴ്സിൽ ഹരിജി, ശങ്കർജി, സോനു നിഗം, ഇങ്ങനെ അതിനു മുമ്പ് റഫി സാറിനെയൊക്കെ ഭയങ്കര ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോഴും ചില സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പാടുന്നത് ഒറ്റ ടേക്കിൽ. അന്ന് റഫി സാറിൻ്റെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിരിക്കാത്തൊരു ഫോട്ടോ പോലും ഇല്ല. ഏത് ഫോട്ടോ എടുത്താലും അതിലൊരു ചിരിയുണ്ട്. അത്രയും എൻജോയ് ചെയ്ത് ലൈഫ് ലീഡ് ചെയ്ത ഒരാളാണ്. ഹരിജിയുടെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ചില പാട്ടുകൾ ഹരിജി പാടിക്കഴിഞ്ഞാൽ അത് തൊടാൻ പോരുത്. ഹരിജിയുടെ ഒരു സ്ട്രോങ് പോയിന്റ് അതാ. നമുക്ക് ശങ്കർജിയുടെ ഒക്കെ പിന്നെ പാടി ഒപ്പിക്കാം, പക്ഷെ ഹരിജിയുടെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഭയങ്കര വെർസറ്റൈലാണ്, ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു സിംഗറാണ്. അപ്പം ചില പാട്ടുകളുണ്ട്, അത് നമ്മൾ ഓ ദിൽ റുബയൊക്കെ എത്ര പേര് പാടാറുണ്ട്, പക്ഷെ ദ വേ ഹി ഹാസ് സങ് അതിൻ്റെ ബ്യൂട്ടി വേറെയാണ്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എത്ര പേര് പാടാറുണ്ട്, പക്ഷെ അത് ഹരിജി പാടുമ്പോൾ അതിൽ ഇപ്പം സാഹിബയൊക്കെ ഞാൻ ആ സമയത്ത് റെക്കോർഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു, സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. നമുക്കറിയാം ഇത് ട്രാക്ക് പോലെ അല്ല, ഇറ്റ്സ് ഫൈനല് ആ സാധനമൊക്കെ വരുന്നുള്ളത് അറിയാം. അയ്യോ അതില് മിക്ക സംഗതി ഒറിജിനൽ അല്ലായിരുന്നു, പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ മണൽ താന കിനാപ്പൂക്കൾ കടം തന്നു എന്ത് സാധനം അത്. അതൊക്കെ നമുക്ക് അതെനിക്ക് കേൾക്കുമ്പോഴേ അറിയാം ഹരിജിയുടെ പ്രൊഡക്റ്റ് ആണത്. അത് സംഗതിയല്ല, ഈ അറ്റംസ് ലൈക്ക് ഒരു കുളിറാണത്. അത്രയും രസമായിട്ടാണ് പാടി വിടുന്നത്. എനിക്ക് തോന്നുന്നു ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം മാത്രമേ പുള്ളി പാടുള്ളൂ. എങ്ങനെ എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെയോ പാടണത്. പക്ഷെ അതൊക്കെ എങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ പുള്ളിയുടെ, ഭയങ്കര രസമാണത്. അയ്യോ ചില പാട്ടുകളൊക്കെ പാടുമ്പം ഇതിപ്പം ശ്വാസമേ പാടിയപ്പോ ജയഹരി ചേട്ടൻ പറഞ്ഞു, എടാ ഹരിജിയുടെ ഒരു സാധനം വരുന്നുണ്ടെന്ന്. അല്ല വേണമെന്ന് പറഞ്ഞു, ഒരു സംഗതിയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലേവർ വേണം. അപ്പൊ അതിലുണ്ട്, കേൾക്കുമ്പോ അറിയാം ഇൻസ്പയർഡ് ഫ്രം ഹരിജിയാണ്. ഇടയ്ക്ക് ഒരു സാധനം നീ തന്ന ലാളനങ്ങൾ, ആ സാധനല്ലേ, അതൊക്കെ ഹരിജിയുടെ സാധനമാണ്. ഞാൻ എന്റെ പുണ്യമാക്കി എന്ന് തോന്നി. ഇത് പോസൊക്കെ കൊടുക്കുന്ന ഹരിജിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര അടിച്ചു മാറ്റി ചെറുതായിട്ട് കൊഞ്ചം അങ്ങനെ വേണമല്ലോ. എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ സംഭവിച്ചൊരു സാധനമുണ്ട്, മാറ്റമുണ്ട്. അവിടെ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി അത്രയും അന്വേഷിക്കുന്നുണ്ടാവാം. അത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കാം. കർണാട്ടിക് നല്ല വിവരമുള്ള ആളാണ്. ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല നോളജ് എല്ലാത്തിലും ഉണ്ടെന്ന്. ഹിന്ദുസ്ഥാനി മാത്രമല്ല, കർണാട്ടിക്കിലും ചില കമ്പോസേഴ്സിന്റെ അല്ലെങ്കിൽ ചില മ്യൂസിഷ്യൻസിന്റെ പഴയ കാലത്തെ ആൾക്കാരുടെ ഒക്കെ പേര് പറയാറുണ്ട്. അപ്പൊ അത് അത്യാവശ്യം നല്ല ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ പറയാനും പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഹരിക്ക് എന്താ തോന്നണേ? എനിക്ക് കർണാട്ടിക് ഫീൽഡ് വരുമ്പോഴത്തേക്കും ഒരു ധൈര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓവറായിട്ട് പഠിച്ചതിൻ്റെ അങ്ങനത്തെ ഒരു സാധനമല്ല. എന്നാലും ഞാൻ കുറേ ടേപ്സ് കേൾക്കുമായിരുന്നു, കുറേ വിനൈൽ റെക്കോർഡ്സ് കേൾക്കുമായിരുന്നു. കച്ചേരി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടുതലും അതിലായിരുന്നു എക്സ്പ്ലോറിങ് മൊത്തം. ഇപ്പം ഫിലിംസിൽ കേൾക്കുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ അത് സമയത്ത് അതിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവരെ പറ്റി പറയുമ്പോൾ ഓക്കെ, ആ കാലത്തെ എല്ലാവരുടെയും കേൾക്കുമായിരുന്നു. ഈ അമ്മ പറഞ്ഞു ഈ പഠിത്തം കഴിഞ്ഞ ഉടനെ ക്ലാസ് എടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ഒരു രസമുള്ള സാധനമാണ്. ഇപ്പോൾ രാഗങ്ങളൊക്കെ നമുക്ക് തലച്ചോറിൽ എപ്പോഴും നിൽക്കും, പ്രസന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോഴും ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ഒരു പ്രാക്ടീസും കൂടിയാണത്. ഞാൻ അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. എനിക്കും ഒരു ഡെയിലി പ്രാക്ടീസാണ്. എബ്രോഡ് ഉള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരും അതൊരു വേറൊരു സ്ട്രീം അല്ലേ ടീച്ചിങ്. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ടീച്ചർ എൻ്റെ അച്ഛനാണ്. അച്ഛൻ അടിപൊളിയായിട്ട് പഠിപ്പിക്കുമായിരുന്നു സ്റ്റുഡൻസിനെ. അവരുടെ ലെവലിൽ ചെന്ന് അവരെ മനസ്സിലാക്കി അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ മെത്തേഡാണ് ഞാനും ഫോളോ ചെയ്യുന്നു. ഇടയ്ക്ക് ബിന്നി കൃഷ്ണകുമാർ വന്ന സമയത്ത് ഒരു 15 ക്ലാസ് ഒക്കെ ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ളൊരു സാധനം എന്ത് ചോദിച്ചാലും ടബേന്ന് അങ്ങ് വരികയാണ്, ഒന്നും ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് ഉറങ്ങണം, കഴിക്കണം, അതുകൊണ്ട് പിന്നെ
ഗാഥ വഴക്ക് പറയോ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ? ഇടയ്ക്ക് പറയും. അമ്മമ്മ മാത്രമേ പറയൂ? ഇല്ല ഗാഥ അങ്ങനെ അയ്യോ അങ്ങനെ ഞങ്ങൾ ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്. അപ്പം പുള്ളിക്കാരിക്ക് ഞാൻ ഉഴപ്പം പറയടേ ബാക്ക് ടു ആക്ഷൻ വേണം എന്നൊക്കെ പറയും. അത്യാവശ്യം ഷോസ് ആണല്ലോ നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പാട്ടുകൾ വരുമ്പോൾ ഈ പറയുന്ന ക്ലാഷ് വരുമല്ലോ ചില സാധനങ്ങളൊക്കെ വരുമ്പോൾ. എങ്കിലും ഇത് വലിയ തിരക്കുള്ളൊരു ടൈമാണോ ഹരിക്ക് ശരിക്കും? ഞാൻ അങ്ങനെ പണ്ടേ ഓക്കെ ഭയങ്കര തിരക്കൊന്നും ഇല്ല. അത് ചിലവരുടെ തോന്നലായിരിക്കാം ഞാൻ ഭയങ്കര തിരക്കിട്ട് ഓടി നടക്കുകയാണ്. ഇല്ല, ഞാൻ മന്ത്ലി ഒരു 3 to 4 ഷോസ് ചെയ്യും. വന്ന സമയത്ത് ഒരുപാട് ഷോസ് ചെയ്തിരുന്നു. ഒരു മാസമൊക്കെ ഒരു 15 ഷോസ് ഒക്കെ ചെയ്തിരുന്ന സമയമുണ്ട്. പക്ഷെ ഇപ്പം 4 to 5 ഷോസ്, നല്ല നല്ല റെക്കോർഡിങ്സ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. ഈ ഉറക്കത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയും കൂടി ആകുമ്പോൾ ക്യാമറമാനൊക്കെ ഇങ്ങനെ അപ്പം അത് ഇഷ്ടമാണ്, എനിക്ക് ഉറങ്ങുന്നത് ഇഷ്ടമാണ്. കാരണം പിന്നെ പുതിയ കട്ട് ചെയ്ത് വെച്ചാൽ എപ്പോഴും ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ ഇഷ്ടമാണ്. കുറച്ച് നാളൊന്ന് മാറി നിൽക്കുക. ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് സിംഗറാണെന്നുള്ള കാര്യം തന്നെ. സത്യം അങ്ങനെ ഭയങ്കരമായിട്ട്. ഇതിന് ട്രോൾ കിട്ടും കേട്ടോ, ഇപ്പൊ പറഞ്ഞതിന് ട്രോൾ കിട്ടും. കിട്ടട്ടെ, ജെന്യുനായി പറഞ്ഞതാണ് കേട്ടോ. അല്ല ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കാറുണ്ട്. ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാലങ്ങളോളം അല്ല, ചിലപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെ ഒന്നും റെക്കോർഡൊന്നും ചെയ്യാതെ അതിനെപ്പറ്റി ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ വീട്ടിൽ തന്നെ ആയിരിക്കും, ഒന്നിലും ഒന്നുമില്ല, വേറൊരു മൂഡായിരിക്കും. പിന്നെ ഷോസ് ഒക്കെ തുടങ്ങുമ്പോഴാണ് ആലോചിക്കുന്നത്, ഓക്കെ അതുവരെ അങ്ങനെ അധികം ആലോചിക്കാറില്ല. ഓൺ ദി ആ ഫ്ലോയിൽ അങ്ങനെ പോവാന്നുള്ളതാണ്. ശ്രമം വേണം, എന്നാലും ഞാൻ കൂടുതലും അങ്ങനെ നിന്നു കൊടുക്കാറേ ഉള്ളൂ. ഈ ഡൗൺ പോകുമ്പോൾ എന്ത് ചെയ്യും? എനർജി ലോസ് ആവുമ്പോഴോ ഡൗൺ പോകുമ്പോഴോ ഒക്കെ മോട്ടിവേഷൻ വേണ്ടേ? ഇതാണ് മോട്ടിവേഷൻ. ഗാഥ ഒരു മോട്ടിവേഷൻ ആണ് ഉറപ്പായിട്ടും. പിന്നെ എൻ്റെ പാട്ട് കേൾക്കുന്ന നല്ലവരായ എൻ്റെ ഓഡിയൻസ് എപ്പോഴും അതെ. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, നമ്മള് പല തോട്ട്സിലായിരിക്കും ഇരിക്കുന്നത്, അടുത്ത ഏത് ചെയ്യണം. ചിലപ്പോൾ നല്ല പാട്ടുകൾ കുറച്ച് നാളായി കാണാം പാടിയിട്ട്, നല്ലൊരു പാട്ട് കിട്ടിയിട്ട്. അപ്പോഴൊക്കെ നമ്മൾ ചെയ്തു വെച്ച വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓക്കെ കുഴപ്പമില്ല, കേൾക്കുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു. അപ്പം എന്നെ സംബന്ധിച്ച് അവാർഡ് അതാണ്, നമ്മളെ ഓഡിയൻസ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ, നമ്മളെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നുള്ള, അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷൻ. അതിൽ അഭിപ്രായങ്ങൾ പല രീതിയിലുണ്ടാവില്ലേ? ഇപ്പോൾ സാധാരണക്കാർ വന്നിട്ട് ഹരിയെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നുണ്ടാവും, പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ പാടി തന്നെ സ്പെസിഫിക് ആയിട്ട് ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട്. ഞാനതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. നമ്മൾ പോസിറ്റീവ് മാത്രമല്ലല്ലോ. ഇപ്പം ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ തന്നെ എത്ര പേര് താഴെ പോസിറ്റീവ് ഇടും നെഗറ്റീവ് ഇടും. അപ്പം അത് ഓരോന്നും നോക്കി പോവാറില്ല. പണ്ടൊക്കെ നോക്കി പോവായിരുന്നു, ഇപ്പം അത് അതിൻ്റെ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. എങ്കിൽ ഈ പറയുന്ന അഭിപ്രായങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ചിലർക്ക് അറിഞ്ഞ അഭിപ്രായം പറയുന്നുണ്ടാവും, പക്ഷെ ചിലർ ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് അഭിപ്രായം പറയുന്നത്. ഹരി ഇപ്പോൾ പൊന്നേന്ന് വിളിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് പോലെ ഓരോ ഇത് എടുത്തു പറയുമല്ലോ. അങ്ങനെ എടുത്തു പറയുമ്പോഴൊക്കെ അത് ഓർത്തു വെക്കില്ലേ? അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഉണ്ട്. ചില ഷോസിനൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയും ഞാൻ സ്ഥിരമായിട്ട് ഹരിയുടെ പാട്ടിലൊക്കെ കേൾക്കുന്നു. അതൊക്കെ ഭയങ്കര ഒരു മൊമെൻ്റായിട്ട് തോന്നാറുണ്ട്. അത്രയും സ്റ്റേജിൽ നിൽക്കുന്നവർ പോലും ഞാനപ്പം ഇച്ചിരി കെയർഫുൾ ആവും. എല്ലാവരും അവരെ ഒന്ന് സേഫ് ആക്കിയിട്ടേ ഞാൻ ബാക്കി പ്രോഗ്രാം ചെയ്യുള്ളൂ, ഒന്ന് ഇരുത്തി. കാരണം ഇതൊരു സേഫ് അല്ലാത്ത എൻവയോൺമെൻറ്റിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നതോ, കൂടെ കുറേ പേര് കാണും. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ഹരിയുടെ പാട്ടുകളാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ഇങ്ങനെ ടാഗൊക്കെ ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ ഹരിയെ കണ്ടിട്ട് ഓടി വരുന്ന സീൻസ് ഉണ്ടാവുമല്ലോ, ആൾക്കാർ പിന്നെ ഓടി അടുത്തേക്ക് വരിക, ഹഗ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഇല്ലെങ്കിൽ അത്തരത്തിൽ സ്നേഹിക്കാൻ തോന്നുന്ന ഒരാളാണ് ഹരി. ഹരിയുടെ പാട്ടേ നമുക്കറിയാവൂ, സ്വഭാവം അറിയില്ല, ഓടിക്കും തിരിച്ചോടും. അപ്പോൾ പക്ഷെ അങ്ങനെ ഓടി വരുന്ന ആൾക്കാരെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എനർജി വരില്ലേ? ആദ്യം എന്തിനാ വരുന്നത് ഇങ്ങനെ ഞാൻ പകച്ചു നിൽക്കും, എന്നിട്ട് ഓക്കെ ഇതിനാണല്ലേ ശരി. ഏതെങ്കിലും ഓർക്കുന്ന അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. ഒരിക്കൽ ഒരു കുട്ടി കിസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കിസ് ഇൻ ദ സെൻസ് ചീക്കിലായിരുന്നു. ഒരു ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങിയപ്പോഴത്തേക്കും വന്ന് ഇവിടെ ഉമ്മ വെച്ചിട്ട്
പോയി, എന്നിട്ട് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയി, ആ, കാണാനേ കിട്ടിയില്ല. അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതൊരു ചേർത്തല ഒരു കോളേജിലായിരുന്നു. ഓ ഓ, അത് ഭയങ്കര കോമഡി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഞാൻ എത്തിയപ്പോഴത്തേക്കും അവർ കാണുകയാണെങ്കിൽ സോറി ഗായ്സ്, ഞാനത് നിങ്ങളുടെ പേരൊന്നും പറയില്ല, അല്ലെങ്കിൽ ക്യാമ്പസ് ഒന്നും പറയില്ല. അപ്പോൾ എൻ്റെ കാറിൽ ഞാൻ വരുന്നു, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ എത്താറായിരുന്നു. ചേട്ടാ അയ്യോ അകത്ത് കയറണ്ട, ഗേറ്റിൻ്റെ അവിടെ നിന്നാൽ മതി, നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു സ്പെഷ്യൽ എൻട്രി ആണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ കാറിൽ വന്ന് ഇറങ്ങാം, ഇനി അതിൻ്റെ അപ്പുറം എന്ത് എൻട്രി ആണ് വേണ്ടത്? ഇല്ലില്ല നമുക്ക് വേറൊരു സംഭവം പ്ലാൻ ചെയ്യാം, ചേട്ടൻ അവിടെ നിന്നാൽ മതി, ഞങ്ങളിപ്പോൾ വരാമെന്ന്. ഞാനവിടെ കാറിൽ നിന്ന് ഇറങ്ങി, ഞാനിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇവരൊക്കെ വന്നു. ഇവർ വന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവർ ഞാൻ ചോദിച്ചു എന്താ ഇനി സ്പെഷ്യൽ എൻട്രി? ഇവിടെ നടന്നങ്ങ് ഇല്ല ഏട്ടാ അതെ സൈഡിൽ കണ്ടോ? ഞാൻ നോക്കിയപ്പം ഒരു കുതിര റിബണൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കും. ചേട്ടൻ അതിൻ്റെ പുറത്ത് കയറിയിട്ട് അതിലാണ് എൻട്രി. ഓ അടിപൊളി, പൊന്നു മോനെ ഓടിക്കോ. ഞാൻ പറഞ്ഞില്ല, അപ്പം അതൊക്കെ കുതിര എടുത്ത് പറഞ്ഞേക്ക്, ഞാനിവിടെ നടന്നോ അല്ലെങ്കിൽ കാറിലോ എല്ലാം വന്നേക്ക്. അവസാനം കൊട്ടയം കൊണ്ട് ഒറ്റ പോയില്ലേ, അതുപോലെ പോണ്ടി വന്നേ. പാട്ട് നടക്കില്ലായിരുന്നു, ഗസ്റ്റ് ആയിട്ട്. അങ്ങനെ കുറെ കോമഡി നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അത്. അല്ല ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെയാണോ ആസ്വദിക്കുന്നത് ഈ ആൾക്കാർ ഇങ്ങനെ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും? പിന്നെ വരുന്ന കാലത്താണ് അത് ഏറ്റവും ആരവം കൂടുതൽ. നമ്മൾ നമ്മൾ വന്ന സമയത്തായിരിക്കും. തീവണ്ടിയുടെ സമയത്ത് നിങ്ങൾ വേറെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ടോവിനിയൊന്നും അല്ലായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള കോളേജസ് ഒക്കെ ഉണ്ട്. ഹരിയുടെ പാട്ടുകളൊക്കെ അവര് പാടി കേൾക്കുന്നത് അങ്ങനെ രസമുള്ള പാട്ടുകളൊക്കെ. ഞാൻ മിക്ക ഷോസിനും ഇങ്ങനെ മൈക്ക് വെച്ച് കൊടുക്കാറുണ്ട്, എന്നുവെച്ചാൽ നല്ല ക്രൗഡ് ആണെങ്കിൽ. കാരണം അതൊരു ഏറ്റുപാടുമ്പോഴാണ് നമ്മൾ ഓണാവുന്നത്, നമുക്കും പാടാൻ തോന്നുന്നത്. ബാക്കിയും ചില ക്യാമ്പസിലൊക്കെ ഷോസ് ചെയ്യുമ്പം ഞാൻ അവരെ കൊണ്ടങ്ങ് പാടിക്കും. വെറുതെ നമ്മൾ രസമാണ് സ്റ്റുഡൻസുമായിട്ട് ഇരുന്ന് പാടി. അല്ല അവര് നമ്മളെ വരികൾ അതേപോലെ തന്നെ പാടാൻ ശ്രമിക്കുമ്പോൾ പാടാറുണ്ട്, ബൈഹാർട്ടായിരിക്കും. ഞാൻ ചോദിക്കാറുണ്ട്, ഭയങ്കര അടിപൊളി സ്റ്റുഡൻസ് ആണല്ലോ എല്ലാവരും, ബൈഹാർട്ടാണ് പാട്ടൊക്കെ. അതെ അതെ, അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പഴയ പാട്ടുകളൊക്കെ വരികൾ അറിഞ്ഞുകൂടായിരിക്കും, പക്ഷെ ഹരിയുടെ പാട്ടുകൾ കൃത്യമായിട്ട് അവർക്കറിയാം. അപ്പോഴും ഞാൻ ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇവരെന്തുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റയില് ഹരി പോപ്പുലർ ആയിരിക്കും, അതായിരിക്കും. പഴയ പാട്ടുകൾ ഒന്നും അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് മാത്രം അല്ലാതെ ഒരു കാറ്റഗറിയും ഷോസിന് വരാറുണ്ട്. അപ്പം ഇപ്പം എബ്രോഡിലൊക്കെ പോകുമ്പോൾ ഒരു 40s 50s ഒക്കെ ഉള്ളവർ കാണാറുണ്ട്. അവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഓക്കെ ഈ ഏജ് ഗ്രൂപ്പിലും വർക്ക് ആവുന്നുണ്ട്. ഞാൻ നല്ല വർക്ക് ആവുന്നുണ്ട്, കാരണം മെലഡീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഹരി സ്വീകാര്യനാണ്, കാരണം ഹരി വേറൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, മെലഡി നന്നായിട്ട് പാടുന്നു എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ഭയങ്കര രസമാണ്. അപ്പൊ ഈ മെലഡി എന്നുള്ള ഒരു സാധനം ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പൊ അത് നമുക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ ജോണറിലുള്ള കുറെ പാട്ടുകൾ കിട്ടുമ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക ആൾക്കാർ. ഇങ്ങനത്തെ പാട്ടിൽ ഹരി പാടും, ഹരിക്ക് ഇങ്ങനത്തെ ഒരു സൗണ്ടിങ് ആണ്, ഹരിക്ക് റോ വോക്കൽ ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവാറില്ല. അങ്ങനത്തെ പാട്ട് നമുക്ക് കിട്ടിയാലല്ലേ നമുക്കതിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്ന പാട്ട് കിട്ടിയത് കൊണ്ടാണ് ഇപ്പം, അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇന്ന പാട്ടേ പാടാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം എൻ്റെ ഷോസിൽ ഞാൻ എല്ലാ കൈൻഡ്സ് ഓഫ് സോങ്സും പാടാറുള്ള ആളാണ്. ഹിന്ദി, പഞ്ചാബി, തമിഴ് ഒക്കെ പാടാറുണ്ട്. അങ്ങനത്തെ സോങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഷുവറായിട്ട് അപ്രൂവ് ചെയ്യും, അറ്റംപ്റ്റ് ചെയ്യും. ഈ അമ്മമ്മ ശരിക്കും ഇപ്പോഴും കച്ചേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യൂ, നീ അത് ചെയ്യണം? എല്ലാം ചെയ്യും, ഫോഴ്സ് ചെയ്യാത്ത കാര്യമൊന്നുമില്ല, എല്ലാത്തിലും ഫോഴ്സ്. ഞാൻ അതുകൊണ്ട് പാറി നടക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഫോഴ്സിങ് ആണ്. പ്രധാനം കുറ്റമാണ്. നീ ഒരു വകയ്ക്ക് പ്രാക്ടീസ് ചെയ്യില്ല, നീ ഇങ്ങനെ ആയിരുന്നില്ല, നീ മാറി. പിന്നെ ഉപദേശിക്കും, അച്ചടക്കം വേണം. അമ്മമ്മയുടെ ശിഷ്യയാണല്ലോ ഇപ്പൊ KS ചിത്ര, അത്ര നല്ല ശിഷ്യനുമുണ്ട്, എന്നെ പോലത്തെ പൊട്ട ശിഷ്യനുണ്ട്. അപ്പൊ അവളെ കണ്ടു പഠിക്കണം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയാം അമ്മ ഉറപ്പായിട്ടും അത് നമുക്ക് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത്. എന്നാലും എന്തേലൊക്കെ കാണുമ്പോൾ നീ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, കുഴപ്പമില്ല പഠിച്ചോളന്നൊക്കെ. ഈ ചിത്ര ചേച്ചിയായിട്ട് ഈ അടുത്തൊരു പാട്ട് പാടിയില്ലേ, കടലാഴം, ആ പാടാണോ? അറിയുകയാണോ കനവാകെ നിറയുകയാണോ എന്നാത്മാവിൻ
ജാലകങ്ങളിൽ. ഈ ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഉറപ്പായിട്ടും എൻ്റെ അമ്മയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെയാണ് ചിത്രമായെ കാണുന്നത്. അമ്മയും ചിത്രമായി ഭയങ്കര ക്ലോസ് ആണ്. അവർ തമ്മിൽ അടി കൂടും, മിണ്ടും, എല്ലാം ഷെയർ ചെയ്യും. അപ്പം ഒരു ചേച്ചിയെ പോലെയാണ്, അമ്മയുടെ ഒരു ചേച്ചിയെ പോലെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. വേറെ സൈഡിൽ അമ്മമ്മയുടെ ശിക്ഷയും. ചിട്ടകളുള്ള ആളാണല്ലോ ചേച്ചി, ചിത്ര ചേച്ചി. അപ്പം എപ്പോഴെങ്കിലും ചിത്ര ചേച്ചിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമോ? ചേച്ചി ഭയങ്കര ഭക്ഷണത്തിൽ പോലും അവിയലിൽ പോലും ഒരു എരിവും ഇല്ലാതെ. ഞാൻ എന്ത് ചോദിക്കാനാ, ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ എല്ലാം കഴിക്കുന്ന ആളാണ്. ഞാൻ എല്ലാ ഫുഡും കഴിക്കും. ഞാൻ തണുപ്പ് കഴിക്കുന്ന ആളാണ്. ഒരിക്കലും നമ്മൾ സംസാരിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവസാനം നിർത്തിയിട്ട് പോകേണ്ടി വരും. ഞാനോട്ട് ഒത്തുപോയില്ലെന്ന് പറയും. ഞാൻ തണുപ്പ് കഴിക്കുന്ന ആളാണ്, നല്ല ഐസ്ക്രീം കഴിക്കുന്ന ആളാണ്, ഐസ് വാട്ടർ കുടിക്കുന്ന ആളാണ്. ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ശീലമാണത്. ഞാൻ സ്പൈസി ഫുഡ് കഴിക്കാറുണ്ട്, എല്ലാ കൈൻഡ് ഓഫ് ഫുഡ്സും കഴിക്കാറുണ്ട്, നോൺ വെജ് എല്ലാം കഴിക്കാറുണ്ട്. ചിലവർ പറയും അയ്യോ അവങ്ങൾക്ക് വെജ് വിളമ്പ് എന്ന് പറയും. ഞാൻ ആദ്യം നോണാണ് തപ്പുന്നത്. അപ്പം എനിക്കങ്ങനെ മ്യൂസിക്കിന് വേണ്ടി അങ്ങനെ ഒരു ചിട്ട ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് വരുത്തേണ്ടതാണോ എന്ന് എനിക്കറിയില്ല, അത് ഭാവിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ചിട്ടയായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്കിന്നൊരു വർക്കുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സംസാരം ഒരു വാമപ്പാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് പാട്ടും പാടണം. അപ്പൊ ബ്രേക്ക് സമയം, അപ്പൊ പാട്ട് പാടാനുള്ള സമയം. അടുത്ത് റഫീഖ് അഹമ്മദ് സാറിന്റെ നിള മണൽത്തരികളിൽ നിറനില രാവുകൾ അസാധ്യമാണ്. കിസ്മത്ത് എന്ന് പറയുന്നത് ഷാനവാസ് കെ ബാബുക്കുട്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിസ്മത്ത്. അതിൽ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളിൽ ഒന്നാണ്. അത് പാടാം. അതെ അതെ, അത് സുമേഷ് പരമേശ്വറാണ് മ്യൂസിക്. ഇത് പറയുന്നവർക്ക് കുറെ പേർക്ക് അറിയായിരിക്കും. ഇവിടുത്തെ കേരളത്തിലൊരു ലീഡിങ് ഗിറ്റാറിസ്റ്റാണ് അദ്ദേഹം. ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്ന പല പാട്ടുകളുടെയും ഗിറ്റാർ വായിച്ചിരിക്കുന്ന സുമേഷ് ഏട്ടനാണ്. സുമേഷ് ഏട്ടൻ്റെ ആദ്യത്തെ മൂവിയാണ് തോന്നുന്നു കിസ്മത്ത്. എനിക്ക് ആക്ച്വലി നിളമണൽ പാടിയതിന് ശേഷമാണ് ഒരു റീച്ച് പല മ്യൂസിക് ഡയറക്ടേഴ്സ് നോട്ട് ചെയ്യുന്നത്. ഇപ്പൊ വാനം ചായയൊക്കെ ചേട്ടൻ പറയുന്ന പോലെ പലവരും നോട്ട് ചെയ്തെങ്കിലും ആരും സിംഗറിനെ അന്വേഷിച്ചില്ല, പാട്ട് മാത്രമായിരുന്നു. പക്ഷെ എന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ഈ സോങ് പാടിയത് ആരാന്ന് ചോദിച്ചു വരുന്നത് നിളമണൽ കേട്ടിട്ടാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ആ പാട്ടിനോടും അതിൻ്റെ ടീമിനോടും. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ പുലരികൾ സന്ധ്യകൾ മതിവരാ താളമായി തെളിനീരാടുവാൻ വരുമീ തോഴികൾ അവരോടൊരുമിച്ചലയാൻ പോയിടാം. ഹോ ഓ ഓ ഹോ ഹോ ശ്രേയ രാഘവ് എന്ന് പറഞ്ഞൊരു സിംഗറാണ്. അധികം കേട്ടിട്ടില്ല, പക്ഷെ ഈ പാട്ടിൽ ഭയങ്കര രസമാണ് അവരുടെ ടോൺ. അതെ, ഒരു വേറൊരു ടോണാണ്. അതെ അതെ. ഇപ്പൊ ശ്രേയ ഘോഷലിന്റെ കൂടെ നിങ്ങൾ പാടുമ്പോഴും ഈ ശ്രേയയുടെ കൂടെ പാടുമ്പോഴും നമുക്ക് തോന്നി ഇത് രണ്ടും ഹരിശങ്കറിന്റെ കൂടെ പാടേണ്ട ആൾക്കാരാണ് എന്ന് തോന്നില്ലേ? ഉറപ്പാണ്. ശ്രേയ രാഘവ് വളരെ ഒരു വെർസ്റ്റൈലുള്ള സിംഗറാണ്. ഏകാന്തം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, ഗോപിച്ചേട്ടൻ മ്യൂസിക്, അതില് പാടിയതായിരുന്നു. വളരെ ഗുഡ് ടു വർക്ക്. എന്നുവെച്ചാൽ പുള്ളിക്കാരി വളരെ ജോളിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു റെക്കോർഡ് ചെയ്തതൊക്കെ. എൻ്റെ കഴിഞ്ഞ ഉടനെ ശ്രേയയും റെക്കോർഡ് ചെയ്ത്. ഇനിയും പാടേണ്ട ഒരു സിംഗറാണ് ശ്രേയ. ഒരു കുറച്ച് വേറൊരു ടോണാണ് ശ്രേയയുടെ സിംഗിങ്ങിന്. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എ ആർ റഹ്മാന്റെ ഹമ്മ ഹമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ തട്ടുകൊളുപ്പിൽ അവസാനിപ്പിക്കാനുള്ളത്. പക്ഷെ കൈലാസ് മേനന്റെ ഹിമമഴയായി പാടിയിട്ടില്ല. അപ്പൊ അത് പാടി അവസാനിപ്പിക്കാം. ഓ യെസ്. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടു ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ അകലെ വാനവില്ലിനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻമുഖം അകലെ
എന്നോമലേ ഓ. വാവ്. ഹരിക്ക് വൈകിട്ട് പരിപാടി ഉണ്ടായിട്ടും ഇത്രയും പാട്ടുകൾ പാടിത്തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. വിട്ടുപോയിട്ടുണ്ട് കുറേ പാട്ടുകൾ, എൻ്റെ ഓർമ്മയിൽ വന്നതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരുവിധം എല്ലാം പാടിയിട്ടുണ്ട്. അപ്പോൾ ഹരി കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എനിക്കും സന്തോഷം ചേട്ടാ. എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ആളാണ്. മ്യൂസിക്കിനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അങ്ങനെ ആക്കാൻ കഴിയുന്നു എന്നുള്ളത് എൻ്റെ ഒരു വിജയവും. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ ഒടുവിൽ സൈനയിൽ ചെയ്തു ഒരു ഇന്റർവ്യൂ. തീർച്ചയായിട്ടും. അങ്ങനെ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പോൾ പുതിയ അടിച്ചുപൊളി പാട്ടുകളുമായിട്ട് വീണ്ടും വരിക ഹരി. താങ്ക് യു. അപ്പോഴും ഞങ്ങൾ ഹരിയെ പ്രേമിച്ചുകൊണ്ടേയിരിക്കും.